ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്, ആ ഗ്ലാസ്സിന് ഒരു 1.25 ഗ്ലാസ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. പയർ നമ്മളിവിടെ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചതാണിത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇന്നിങ്ങനെ കാണിച്ചത് മാഷ് ചെയ്താൽ എടുക്കാം. അത് വെന്ത വെള്ളം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം എടുത്താൽ മതി. അതുകൊണ്ട് എന്തായാലും കുറച്ച് വേണ്ടി വരും. പിന്നെ ഇനി നമ്മളൊരു മീഡിയം സൈസ് സവാള വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ വെളുത്തുള്ളി, ഒരു സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 2 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ജാറിലോട്ടിടുകയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ പട്ട അതൊന്ന് മുറിച്ചിട്ടാം. എല്ലാം അതിനകത്തിടുകയാണ് ഞാൻ. ഗ്രാമ്പു, ഏലക്ക, ജീരകം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ. ഇനി നമുക്കതിലേക്ക് കടുക് വറുക്കണം എന്നുള്ളൊരു കടുക് വറുക്കാം. ഞാൻ കടുക് വറുക്കുന്നില്ല. ഞാൻ ആ സവാള അരിഞ്ഞത് വെച്ചിടുകയാണ്. ചെറുതായിട്ട് മുറിച്ചതാണ് സവാള. ഇതൊന്ന് മൂത്ത് വരട്ടെ. ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മറ്റേ മസാല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തത് മിക്സിയിലിട്ട് ചതച്ചിട്ട് അതിടുകയാണ്. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇടാം. കൂടി ഇടാം. നമ്മൾ മുളകൊക്കെ അരച്ചുകൊണ്ടൊന്നുമില്ല ജാറ്, അതിലേക്ക് മാറ്റി വെച്ച പയറിൻ്റെ വെള്ളം കുറച്ച് ആവശ്യത്തിന് ഒഴിക്കുക. കുറച്ച് നല്ല ആവശ്യത്തിന്, അവനവൻ്റെ ആവശ്യത്തിന്. അതുകൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. ഇനി വേവിച്ച് വെച്ച നമുക്കിട്ട് പയർ കണ്ടിരുന്ന നന്നായിട്ട് വെന്ത പയറാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് എടുക്കുക. ഞാൻ പയർ കടലയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ വേവിച്ച് വയ്ക്കും സാധാരണ. ആവശ്യത്തിന് എടുക്കാമല്ലോ, പിന്നെ വേണമെങ്കിൽ എപ്പോഴും വേവിക്കാൻ നിൽക്കണ്ടല്ലോ. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഇടണം. ഉപ്പ് ഇടാം. വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. നീട്ടിയെടുക്കണമെന്ന് ഇഷ്ടമെങ്കിൽ നീട്ടിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. മാറ്റാം. ഇതാണ് നമ്മുടെ ചെറുപയർ മസാലക്കറി. സാധാരണ നമ്മളെല്ലാവരും കടല, ബീൻസ്, ഉരുളക്കിഴങ്ങ്, മുട്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കണം. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം ചെറുപയർ. ഇത് ഞങ്ങൾ ഒരിക്കലും മഞ്ചേരിയിൽ പോയപ്പം അവിടെ നിന്ന് കിട്ടിയത് ഞങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ ഒരു ചെറുപയറായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് മടിയായിരുന്നു, ചെറുപയർ എങ്ങനെ കഴിക്കും അപ്പത്തിൻ്റെ കൂടെ. പക്ഷെ കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു, നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്തരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടണം.